ശശി തരൂർ BJPയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കാണും. എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്ന വാർത്തയിൽ ഇങ്ങനെയാണ് അവരുടെ തമ്പനെയിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശശി തരൂർ BJPയിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ശശി തരൂർ തന്നെ യാതൊരുവിധ മറുപടിയും പറയാത്തതുകൊണ്ടും ശശി തരൂരിൻ്റെ പ്രവൃത്തികളെല്ലാം BJP സർക്കാരിന് അനുകൂലമായതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നത്. എന്തായാലും ശശി തരൂർ BJPക്ക് വരുമോ? ശശി തരൂർ BJPയിലേക്ക് വരുമോ? ശശി തരൂർ BJPയിലേക്ക് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അത് ശശി തരൂർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചതിന് ശേഷം ശശി തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും ഉണ്ട്. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് MP ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്ക് വളരെ കാലമായി പ്രചാരമുണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിനിടെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും നിരസിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് MP ശശി തരൂർ ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന് കീഴിൽ നടത്തിയ ജനസമ്പർക്ക പ്രചാരണത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ലോകവുമായി ആശയവിനിമയം നടത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയും ഊർജ്ജസ്വലതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ BJPയോ കോൺഗ്രസോ എന്നൊന്നില്ല. ഇന്ത്യൻ വിദേശ നയം എന്നുള്ളത് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയിൽ ചേരുന്നതിനെക്കുറിച്ച് ശശി തരൂർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 11 വർഷം മുമ്പ് ഞാൻ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായപ്പോൾ ഞാനും ഇതേ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേരുന്നതായി ഒരു സൂചനയുമില്ല. ഇത് ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ശശി തരൂരിൻ്റെ ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ തിരഞ്ഞെടുത്തതിൽ ചില കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചത് നമ്മൾ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ശശി തരൂർ BJPയിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി പ്രചരിച്ചു തുടങ്ങിയത്. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.